ശ്രീ പന്നിൻ രവീന്ദ്രൻ, അങ്ങ് ഒരു കടുത്ത ബ്രസീൽ ആരാധകൻ എന്ന് എനിക്കറിയാൻ സാധിക്കും. വലിയ വിഷമത്തോടെയാണോ ഈ ഒരു ഫുട്ബോൾ മത്സരം കാണുന്നത്, അതോ ഈ ലോകത്തെ മുഴുവൻ ഒന്നായി മാറ്റുന്ന ആ ഫുട്ബോളിനെ വലിയ ആവേശത്തോടെയാണോ അങ്ങ് കാണുക? ബ്രസീൽ തോറ്റുപോയി. തോറ്റപ്പം മനസ്സിലൊരു വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പക്ഷേ ആ വിഷമം ഫുട്ബോളിൽ സാധാരണയാണ്. ഫുട്ബോൾ കളിയിൽ ഒരു ടീം തന്നെ ജയിച്ചു വരുമെന്ന് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല. കളിയാണ്, ആ കളി ഒരു നിമിഷം. അപ്പം ബ്രസീലിൻ്റെ തോൽവി നമ്മളെ മനസ്സിൽ വേദനിപ്പിച്ചെങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്ന ഈ മഹോത്സവം ഉണ്ടല്ലോ, മഹോത്സവത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇനി അവസാനത്തിലേക്ക് നമ്മൾ നിൽക്കുക. ഈ നിൽക്കുമ്പം ഈ മത്സരം കണ്ടപ്പം എനിക്ക് തോന്നിയത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മേളയാണ് ഇത്തവണ നടന്നത്. ഒന്ന്, സാധാരണ ഒരു ടീം ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ 32 ഇപ്പം 48 ടീമായി. ഈ 48 ടീമുകൾ ഒന്നത് മാത്രമല്ല, അവർ കളിച്ചിരുന്ന കളികൾ, ഇവരാദ്യം തന്നെ ഗ്രൂപ്പ് മത്സരത്തിൽ 3 കളി കളിച്ചാണ് വരുന്നത്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പോലെ ഓരോ ടീമിനും നന്നായി ആ ടീം എങ്ങനെയാണ് കമ്പൈൻ ചെയ്യാൻ പറ്റിയ സന്ദർഭം കിട്ടി. ആ സന്ദർഭം ഈ ടീമിൻ്റെ ഓരോ കളിയിലും നമ്മൾ കണ്ടു. ഇപ്പം നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത് ഇനി ഫൈനൽ ആര് ജയിക്കും തോക്കുന്നുള്ളതാണ്. ജയിക്കും തോക്കുന്ന ഉറപ്പിച്ച് പറയാൻ ഞാനില്ല, അതാർക്കും പറ്റും തോന്നില്ല. പക്ഷെ കളി കണ്ടപ്പം ഇതുവരെ നടന്ന കളിയിൽ അർജൻറ്റീനയും സ്പെയിനും 2 ടീമുകളും ഏതാണ്ട് തുല്യതയാണ്. എന്നാൽ ഓരോ അല്പം മുൻതൂക്കം സ്പെയിനാണ്. എന്തുകൊണ്ട്? സ്പെയിനൊരു പ്രത്യേകതയുണ്ട്, എണ്ണിയിട്ട് യന്ത്രം പോലെ കളിക്കും. രണ്ടാമത്തെ കാര്യം, അവരെ മികച്ച ഡിഫൻസാണ്, അതിനൊത്ത മിഡ്ഫീൽഡാണ്. പിന്നെ ഫോർവേഡും ഇവരും തമ്മിൽ ഇണങ്ങിക്കൊണ്ട് അസാധാരണ പാസ്സാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട് എത്ര മനോഹരമാണ് അവരെ പാസ്. ഫ്രാൻസിനെതിരായി കളിച്ച കളിയിൽ അവർ കളിച്ച കളി അത് നമുക്ക് മറക്കാൻ കഴിയാത്ത കളിയാണ്. അങ്ങനെയുള്ളൊരു ടീമാണ് സ്പെയിൻ. ഇപ്പുറത്തോ കഴിഞ്ഞ 2 കളിയിൽ നമ്മുടെ സാക്ഷാൽ അർജൻറ്റീന, നമ്മളൊക്കെ ഏതാണ്ട് കൈവിടുന്ന ഘട്ടത്തിലെത്തുമ്പോഴാണ് തിരിച്ചു വരുന്നത്. എന്തതിന് കാരണം? ഓരോ ടീമിനും ഏറ്റവും പ്രധാനമാണ് ആ ടീമിന് മനസ്സിൽ ഒരു ധൈര്യമുണ്ടാവണം. ആ ധൈര്യത്തിന് കാരണം എനിക്ക് ഉറപ്പാണ് മെസ്സി എന്ന ഒരു കളിക്കാരൻ നമുക്കുണ്ട് എന്ന ബോധമാണ് ഈ കളിക്കാരെ ആകെ നയിക്കുന്നത്. 2 ടീമുകളെങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയും കളിക്കാരും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം ഉള്ളിൽ തട്ടിയ ബന്ധമാണെന്ന് എനിക്ക് തോന്നിയില്ല കളി കണ്ടപ്പോൾ. എന്നാൽ ഇവിടെ മെസ്സിയും കളിക്കാരും തമ്മിലുള്ള ബന്ധം ഒരു വല്ലാത്ത ആത്മബന്ധമാണ്. ആ ആത്മബന്ധമാണ് കളിയിൽ തിരിച്ചടി നേരിട്ടിട്ടും അവസാനമായി തിരിച്ചു വരാം എന്ന ബോധം ഈ കളിക്കാരുണ്ടാവുന്നത്. ആ 8-10 മിനിറ്റ് നേരം കൊണ്ട് കളിച്ച കളി, ആ കളി നേരത്തെ ഇവിടെ പോയി നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ പോയാൽ നേരത്തെ കളി. പക്ഷെ അവർ കാത്തിരിക്കുകയായിരുന്നു ചാൻസ് വരാൻ വേണ്ടി. അത്ര എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് അവർ, മറ്റതല്ല യുവാക്കളാണ്. അപ്പം മെസ്സിയും അപ്പുറം യമാലിന് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. യമാൽ നല്ല കളിക്കാരനാണ്, ഫുൾ ടൈം ത്യാഗം ചെയ്ത് കളിക്കുന്ന കളിക്കാരനാണ്, അർപ്പിത ബോധമുള്ള കളിക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം സ്വന്തം ഗോളടിക്കണമെന്നല്ല. ഇപ്പം നിങ്ങൾ എംബാപ്പയും യമാലും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോ. എംബാപ്പയ്ക്ക് സ്വന്തമായി ഗോളടിക്കണമെന്നാണ്, യമാലിന് അങ്ങനെയല്ല, ടീം ജയിക്കാനും ഗോളടിക്കണമെന്നാണ്. ഈ 2 വ്യത്യാസം എൻ്റെ ഒരു കണക്കിലതാണ്. ഇനി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ യമാൽ എന്ന് പറയുന്ന കളിക്കാരൻ ഒരു ആസൂത്രണമുള്ളൊരു കളിക്കാരനാണ്. അവൻ മിഡ്ഫീൽഡിനെ നന്നായി ജോയിൻ ചെയ്തുകൊണ്ട് ഫോർവേഡിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ പറ്റുന്ന കളിക്കാരനാണ്. അതുകൊണ്ട് ഈ കളിയുടെ ആത്യന്തികം എന്തായിരിക്കും എന്നതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലതും പറയാം. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഒരാഗ്രഹമുണ്ട്, അത് കപ്പ് അർജൻറ്റീന കൊണ്ടുപോകണമെന്നാണ്. എന്തുകൊണ്ട്? മെസ്സി എന്ന് പറയുന്ന ഈ കളിക്കാരനെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരവ് കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അയക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. മാത്രമല്ല വേറെ ഒന്നും കൂടിയുണ്ട്. ഈ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യത്വത്തിൻ്റെ കോളനി രാജ്യമായിരുന്നു, അവിടുന്ന് കടന്നു വന്നതാണ്. അപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ ഈ മാറ്റത്തിലുള്ള വലിയ പോരാട്ടത്തിൽ, ആ പോരാട്ടത്തിൽ ഈ രാജ്യങ്ങളുടെ കളിക്കാരും രാജ്യങ്ങളും നമ്മുടെ കൂടെ എപ്പോഴും ആവേശമായിരിക്കുമെന്ന കാര്യം കൂടി മറക്കരുത്. അപ്പോൾ എന്തായാലും